അലി അക്ബർ ഷാ ആൻഡ് തുളസി, ഇപ്പോൾ നിലവിൽ അവിടെ ആഘോഷങ്ങളെല്ലാം തുടങ്ങാനായിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടീമുകളുടെയൊക്കെ ഒരുക്കം എങ്ങനെയായി കഴിഞ്ഞു? ഈ കലാരൂപങ്ങൾക്കൊക്കെ വേണ്ടി അവർ സന്നദ്ധരാകുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. അതെല്ലാം എങ്ങനെയാണ് എന്നൊന്ന് പറയാമോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അത്തം നഗറിലാണ്, ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് ആയ അത്തം നഗറിൽ. ഈ അത്തം നഗറിൽ നിന്നുമാണ് നമ്മുടെ ഘോഷയാത്ര ആരംഭിക്കുന്നത്. നമ്മൾ പുറകിൽ നിങ്ങൾക്ക് കാണാം വേദിയുണ്ട്. ഈ വേദിയിലാണ് ഇനി മുതൽ നമ്മുടെ അത്തം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യാൻ പോകുന്നത്. കൊടിമരമുണ്ട്, ഇതിലാണ് കൊടി ഉയർത്തി അത്തം പതാക ഉയർത്തി ഔദ്യോഗികമായി ഉദ്ഘാടനം കുറിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് നമ്മുടെ ഈ അത്തം നഗറിലൂടെ സഞ്ചാരം തുടരും. ശരിക്കും പറഞ്ഞാൽ ഈ വർണ്ണാഭമായ ഒരു ഘോഷയാത്ര അല്ലേ എലി? തീർച്ചയായിട്ടും നമ്മൾ ഈ കണ്ണുചിപ്പിക്കുന്ന വർണ്ണാഭമായ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വേദിക്ക് പുറകിലായി നമ്മുടെ കലാകാരന്മാരെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിഗംഭീരമായൊരു ചടങ്ങ് തന്നെയായിരിക്കും. അലി ആദ്യമായിട്ടാണോ ഞാൻ രണ്ടാമത്തെ തവണയാണ് അത്തച്ചമയത്തിന് വരുന്നത്. ഇതെന്താ ഈ ശ്രുതീശരത്തും തുളസിയും ഒക്കെ ഈ അത്തച്ചമയ എക്സ്പേർട്ടുകളായതുകൊണ്ട് ഈ സംസാരിക്കുന്നിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്ത് പറഞ്ഞു പിടിച്ചു നിൽക്കുന്നുള്ളത്. സംഭവം തുളസി പറഞ്ഞതുപോലെ നമ്മൾ ഈ തൃശൂർ പൂരം എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ഏറ്റവും ഗംഭീരമായ വർണ്ണശബളമായ ഒരു ആഘോഷത്തിന്റെ കാഴ്ചകൾ തന്നെയായിരിക്കും ഈ ഘോഷയാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുക. ഈ പറഞ്ഞതുപോലെ ആനയും അമ്പാരിയും തിടമ്പേറ്റിയ രാജപല്ലക്കും ഒക്കെയായി ചരിത്രം കൂടി വിളിച്ചു പോകുന്ന, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ചരിത്രം കൂടി വിളിച്ചു പോകുന്ന ഗംഭീരമായ കാഴ്ചകൾ ഇത് നമുക്ക് വേറെ എവിടെയും ഇനി കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ശ്രുതി പറഞ്ഞതുപോലെ ഇതൊരു രാജഭരണകാലത്തെ ആഘോഷമായിരുന്നു. ഈ പറഞ്ഞ സർവാഭരണ വിഭൂഷിതനായി കൊച്ചി രാജാവ് പ്രജകളെ കാണാൻ എത്തുന്ന ഒരു വരവായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ തിരുവിതാംകൂർ കൊച്ചിയുടെ കൂടിച്ചേരലിന് ശേഷം അത് ഈ പറയുന്ന രാജഭരണ സെറ്റപ്പിൽ നിന്ന് മാറി ഒരു ജനകീയ സെറ്റപ്പിലേക്ക് വന്ന് ഇന്ന് കാണുന്ന ഈ ജനകീയ ആഘോഷമായി മാറി എന്നുള്ളതാണ്. അങ്ങനെ അടുത്ത് സർക്കാർ തന്നെ ഏറ്റെടുത്ത് ജാതി മത വർഗ വർണ്ണ ഭാഷാ പ്രദേശ വ്യത്യാസമില്ലാതെ ഏത് മനുഷ്യനും വന്ന് ആഘോഷിക്കാവുന്ന നല്ല ഉടുപ്പൊക്കെ ഇട്ട് വന്ന് അല്ലെ ഈ കാഴ്ചകളൊക്കെ കാണുന്ന ഒരു ആഘോഷമായി മാറിയത്. അത് 400ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന അതിഗംഭീരമായ ഒരു ഘോഷയാത്ര. അതിന് വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് സർക്കാർ ഈ ഘോഷയാത്രയ്ക്കായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം ഇവിടെ കുട്ടികൾക്കായിട്ട് കളിക്കാനുള്ള സൗകര്യങ്ങള്, വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ, ക്രമീകരണങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിവിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ഹരിതചട്ടങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും ഇത്തവണ. അതുപോലെ ഭിന്നശേഷി സൗഹൃദം കൂടിയാണ് തീർച്ചയായിട്ടും. വളരെ വിപുലമായ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെയായിട്ട് ഘോഷയാത്ര ഏതായാലും 9 മണിയോടുകൂടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. അതിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏതായാലും ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിവിപുലമായ ചമയങ്ങളും ആഘോഷങ്ങളും ചമയക്കൂട്ടുകളും ചായത്തിൽ കലർന്ന അതിവിപുലമായ കാഴ്ചകളും തന്നെയായിരിക്കും വരും മണിക്കൂറുകളിൽ പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ ഈ അത്തം ദിനത്തിൽ എത്തിക്കുക. മനോഹരമായ ചായങ്ങൾ നിറഞ്ഞ കാഴ്ചകളിലേക്ക്, വർണ്ണശബളമായ കാഴ്ചകളിലേക്ക് അല്പസമയത്തിനുള്ളിൽ നമ്മൾ കടക്കും. മറ്റൊരു കാര്യം ഈ ഗതാഗത നിയന്ത്രണമാണ്. കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് മറ്റ് ബുദ്ധിമുട്ടുകൾ ഈ അവശ്യ സർവീസുകൾക്ക് ഉണ്ടാകാൻ പാടില്ല, പ്രത്യേകിച്ച് ആംബുലൻസ് പോലുള്ള സർവീസുകൾക്ക്. അതുകൊണ്ട് കൃത്യമായ നിയന്ത്രണം അതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 450ഓളം പോലീസുകാരാണ് സുരക്ഷാ ഡ്യൂട്ടിയിലുള്ളത്. അതുപോലെ ഇവിടെ എന്തെങ്കിലും നിലയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനുവേണ്ട ആംബുലൻസ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ പൂർണ്ണ സജ്ജമാണ് അത്തച്ചമയത്തെ വരവേൽക്കാൻ, ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ ഇവിടെ എന്തായാലും ഒരുങ്ങിക്കഴിഞ്ഞു. തൃപ്പൂണിത്തുറക്കാർ വളരെയധികം കുറച്ചുകൂടി മുന്നിലാണല്ലോ ഓണം. മലയാളികളുടെ അങ്ങേയറ്റത്തേക്ക് എത്തുന്നതിന് മുൻപ് ഇവിടെ നമ്മൾ ഇതാ തുടക്കം കുറിക്കുകയാണ്. അതിഗംഭീരമായ ആഘോഷങ്ങൾക്കെല്ലാം സജ്ജമാണ്. അല്പസമയത്തിനുള്ളിൽ ഇവിടൊക്കെ നിറഞ്ഞു കവിയും. അതിന്റെ അതിഗംഭീരമായ കാഴ്ച നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും. നമ്മൾ നിൽക്കുന്ന ഈ ചുറ്റുപാടും ഈ ഗ്രൗണ്ടും ഇനി എങ്ങനെയായിരിക്കും പുരുഷാരം നിറഞ്ഞ്, നമ്മൾ തൃശൂർ പൂരത്തിനൊക്കെ കണ്ടിട്ടുള്ളത് പോലെ പുരുഷാരം തന്നെയായിരിക്കും. ഈ പുരുഷാരത്തിന് നടുവിലൂടെ ഈ ചമയങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള കലാരൂപങ്ങൾ, വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ, നമ്മുടെ പുലികളി അടക്കമുള്ള അതിവിപുലമായ കുട്ടികളും മുതിർന്നവരും വേഷം കെട്ടിക്കൊണ്ട് സത്യത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങ് അതിശയപ്പെട്ടു പോകും. ഇത്രയധികം കലാരൂപങ്ങൾ ഒന്നിച്ച് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. എന്താ പറയുക, ഇവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ സത്യത്തിൽ അവർ ആ പഴയൊരു പാരമ്പര്യം അവർക്കത് വീണ്ടും കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം, രാജഭരണത്തിന്റെ ആ ഒരു തുടർച്ചയായി തന്നെ ഇതങ്ങോട്ട് വീണ്ടും കാണാൻ പറ്റുന്ന സർക്കാർ അതിന് മുന്നിട്ട് ഇറങ്ങി അത് വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. സത്യത്തിൽ ഈ പ്രാദേശിക അവധി കൊടുത്തുകൊണ്ട് തൃപ്പൂണിത്തുറക്കാരെ ഇതിനെ സജ്ജരാക്കുന്നു. അവരതിന് മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നു. ഒപ്പം ജനങ്ങളും ജനപ്രതിനിധികളും ഒപ്പം ചേരുന്നു. സത്യത്തിൽ അതിവിപുലം എന്ന് തന്നെ പറയണം. അത് വരും മണിക്കൂറുകൾ ഏതായാലും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച തന്നെയായിരിക്കും ഈ അത്തം നഗറിൽ നിന്നും നമുക്ക് കാണാനാവുക. ശരി, ശ്രുതി ശരത്തും ആതിര ജെയിനും അലി അക്ബർ ഷായും തുളസി രാധാകൃഷ്ണനുമാണ് അത്തച്ചമയത്തിന്റെ വിവരങ്ങളുമായി അവിടെ നിന്നും ചേരുന്നത്. അപ്പൊ തുളസി പറഞ്ഞതുപോലെ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്ന വലിയൊരു ആൾക്കൂട്ടത്തെ തന്നെ ഇനി കാണാം, വ്യത്യസ്ത കാഴ്ചകൾ കാണാം.